ഹലോ, ഒരു കോമഡി കണ്ടിട്ട് അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. സംസാരിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് വന്നതാണ്. അപ്പോൾ എൻ്റെ പേര് അനുപമ. കുറച്ച് പേർക്കെങ്കിലുമൊക്കെ എന്നെ അറിയായിരിക്കും. അപ്പോൾ എൻ്റെയൊക്കെ ഒരു പ്രശ്നം വന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരുന്നൊരു പേരായിരുന്നു ഷിജു ഖാൻ എന്ന് പറയുന്നത്. ആ പുള്ളിക്കാരന് എന്ത് രീതിയിലുള്ള അർഹതയാണുള്ളത് കുട്ടികളുടെ കാര്യത്തിൽ സംസാരിക്കാനെന്നുള്ളതാണ്. കാരണം എൻ്റെ മോനെ അവിടെ കിട്ടുന്നത് മുതൽ അങ്ങോട്ട് എൻ്റെ ഹസ്ബൻഡ് അയച്ചേട്ടൻ ചോദിച്ചിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു മോനെപ്പറ്റി. അപ്പോഴും അതറിഞ്ഞുകൊണ്ട് മറച്ചു വെച്ചു. ഞങ്ങൾ ആദ്യം ചെല്ലുമ്പോഴൊക്കെ കുഞ്ഞവിടെ ഉണ്ട്, അപ്പോൾ അതറിഞ്ഞുകൊണ്ട് മറച്ചു വെച്ചു. അതിനുശേഷം ദത്ത് പോയതിന് ശേഷം അവനെപ്പറ്റിയുള്ള കറക്റ്റ് ഇൻഫർമേഷൻസ് തരാതിരുന്നു. അത് ദത്ത് പോയി ഞങ്ങൾക്ക് തിരിച്ച് തരണമെന്ന് കോടതി ഉത്തരവ് വന്നതിന് ശേഷവും അറിഞ്ഞുകൊണ്ട് അത് വൈകിപ്പിക്കുന്നു. ലൈസൻസ് ഇല്ലാതെ ദത്ത് നൽകുന്നു. ഒരു ആൺകുഞ്ഞിനെ പെൺകുഞ്ഞാക്കുന്നു. പിന്നെ ഞങ്ങൾ ചെന്നതിൻ്റെ അടയാളം, ഞങ്ങൾ അവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ വിസിറ്റേഴ്സ് ബുക്കിൽ നമ്മൾ ഡീറ്റെയിൽസ് എഴുതുമല്ലോ, ആ അടയാളം പോലും അതിൽ നിന്ന് മായ്ച്ചു കളയുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഇപ്പം വകുപ്പ് തല അന്വേഷണം നടന്നപ്പോൾ മൊഴിയെടുക്കുന്നതിൻ്റെ, അതായത് അവിടുത്തെ ജീവനക്കാരുടെ മൊഴിയെടുക്കുന്നതിൻ്റെ തലേ ദിവസം അങ്ങനെ അവിടുത്തെ ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നതിൻ്റെ തലേ ദിവസം അവിടെ ഒരു ഡിസ്കഷനൊക്കെ ഉണ്ടാക്കുകയുണ്ടായി. എന്താണ് ഞങ്ങൾ വന്നിരുന്നോ, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ ഡീറ്റെയിൽ പറയണം, എന്തൊക്കെ ഡീറ്റെയിൽ പറയാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒത്തിരി ഇങ്ങനത്തെ ഇത്രയും കാര്യങ്ങൾ പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് പാർട്ടി പറഞ്ഞതിൻ്റെ പേരിൽ ചെയ്തത് കൊണ്ടായിരിക്കാം പാർട്ടി ഒരു നല്ല സ്ഥാനമൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചത്. അപ്പോൾ ഇപ്പോഴും പുള്ളി ഒരു കൂസലും ഇല്ലാതെ അത് ചെയ്യുന്നുകൊണ്ട് പാർട്ടിക്കാരെ അറിഞ്ഞുകൊണ്ട് അതിന് കൂട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഈ സംഭവം അറിഞ്ഞിട്ട് ഒരു പാർട്ടിക്കാരനോട് അവിടെ ഉണ്ട്, ഈ പരിപാടിയുടെ സംഘാടകനായിട്ടുള്ള ഒരു പാർട്ടിക്കാരനോട് ഈ കാര്യം അന്വേഷിച്ചപ്പോൾ അല്ലെങ്കിൽ പറഞ്ഞപ്പോൾ തിരിച്ചു കിട്ടിയ മറുപടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കള്ളമാണ്, ഇതൊന്നും ഉള്ള കാര്യങ്ങളല്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഒരു വിവാദമൊക്കെ പുള്ളിയുടെ പേരിൽ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ സെറ്റിലായി. അതായത് ഒരു കുഞ്ഞിനെ അവിടെ കിട്ടിയിട്ട് അന്വേഷിച്ച് അമ്മയാണെന്ന് പറഞ്ഞ് ഒരു സ്ത്രീ വന്നു, പിന്നെ ആ സ്ത്രീക്ക് ആ കുഞ്ഞിനെ കൊടുത്തു എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ അതൊക്കെ സോൾവ് ആയി എന്നാണ് പറയുന്നത്. പക്ഷെ ഒരിക്കലും അമ്മയാണെന്ന് പറഞ്ഞ് ഒരു സ്ത്രീ ചെന്ന് കഴിഞ്ഞാൽ കുഞ്ഞിനെ എടുത്ത് കൈ കൊടുക്കുന്നില്ല. അപ്പം എൻ്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടിയപ്പോൾ DNA ടെസ്റ്റൊക്കെ നടത്തി ഞാൻ തന്നെയാണ് അവൻ്റെ അമ്മ എന്ന് തെളിഞ്ഞിട്ട് തന്നെയാണ് ഈ കുഞ്ഞിനെ തന്നത്. പിന്നെ അത് തീർന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അല്ലേ? അപ്പോൾ അതെങ്ങനെ ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തീരുന്നത്? അപ്പോൾ അത് തീർന്നിട്ടുള്ള വിഷയമൊന്നുമില്ല. പുള്ളി ഇപ്പോഴും വിവാദത്തിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ്, പ്രതിപട്ടികയിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ്. അതിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് തീർന്ന ഒരു വിഷയമല്ല ഒരിക്കലും. അപ്പോൾ ഇങ്ങനെയൊക്കെ എനിക്കറിയാം, പക്ഷെ ഞാനതങ്ങനെ വലിയ സമ്മതിക്കാൻ പാടില്ലല്ലോ പാർട്ടിയിൽ നിൽക്കുമ്പോൾ എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്. അപ്പം ഇതൊക്കെ തെറ്റ് ചെയ്യുന്നവർക്ക് ഭയങ്കര വലിയ പ്രോത്സാഹനമാണ് എന്നുള്ളത് കൂടെ തിരിച്ചറിയുക. സ്വന്തം കുടുംബത്തിലും ഇതൊക്കെ നടക്കാമെന്നുള്ളത് തിരിച്ചറിയുക. സ്വന്തമായിട്ട് നടക്കുമ്പോഴേ ഇതൊക്കെ പൊള്ളൂ എന്നുള്ളത് തിരിച്ചറിയുക. അതൊക്കെ എനിക്ക് പറയാനുള്ളൂ.